So guys, it's me Sitso. You are watching S24 Anime. So guys, അങ്ങനെ ഫൈനലി നമ്മൾ ടക്ക് ഓഫീസ് സിംഗ് എന്ന് പറഞ്ഞ ആനിമി കണ്ടെത്തിയിരിക്കുകയാണ്. ഒരു മാങ്ക അഡാപ്റ്റേഷനിൽ നിന്നും വന്ന് 6 എപ്പിസോഡോട് കൂടി പോകുന്ന ഒരു ആനിമാണ് ടക്ക് ഓഫീസ് സിംഗ് എന്ന് പറയുന്ന ഒരു ആനിമ. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് തന്നെ നമുക്ക് വാണിംഗ് തരുന്നുണ്ട്. ഈ ഒരു ആനിം സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു ആനിം നമ്മളിലേക്ക് ഇമോഷണൽ ഇത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ആനിം തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ആനിമിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു എങ്ങനെ പോയാലും തൻ്റെ ലൈഫിൽ ഹാപ്പി അല്ലാതെ നടക്കുന്ന ഒരു ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിനെ ഹാപ്പി ആക്കാൻ വേണ്ടി വരുന്ന ഒരു ഒക്ടോബസിനെ പോലുള്ള ഒരു ജീവിയും, അതിൻ്റെ പേരാണ് ഈ ടക്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഈ ഒരു ഹാപ്പി പ്ലാനറ്റ് എന്ന് പറഞ്ഞ പ്ലാനറ്റിൽ നിന്ന് നമ്മുടെ ഭൂമിയിലോട്ട് വന്ന് മനുഷ്യന്മാരൊക്കെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ജീവിയാണ് ഈ ടക്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടക്കോപ്പിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എന്താ പറയുക വിഷമത്തോടെ നടക്കുന്ന ഈ ഒരു ഷിക്കോബ എന്ന ക്യാരക്ടറും കൂടിയാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സ്റ്റോറി മുഴുവൻ എന്താ പറയുക ഒരു സൂയിസൈഡൽ ടെൻഡൻസിയും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ള് സങ്കടവും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. നമുക്ക് എന്താ പറയുക ഡിപ്രഷൻ ഇരിക്കുന്നവർ ഒരു കാരണവശാലും ഈ ഒരു ആനിം കാണരുത് എന്ന് തന്നെയാണ് എനിക്ക് റെക്കമെൻഡേഷൻ ചെയ്യാനുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, നമ്മളൊരു അറിയാതെ നമ്മളിത് കണ്ട് കരഞ്ഞു പോവാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് ഈ ഒരു ആനിം ഇവർ ഇതിനകത്ത് ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആനിമാണ് ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഒരു അണ്ടർ റേറ്റഡ് ആയി പോകേണ്ട ഒരു ഐറ്റം അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാനുള്ള രീതിയിൽ റിവ്യൂ ചെയ്യുന്നത്. അതായത് പലർക്കും ഈ ഒരു സാധനത്തെ പറ്റി അറിയത്തില്ല. ഇപ്പൊ ഒരു മാങ്ക അതിന്റെ കംപ്ലീറ്റ് ആയുള്ള കാര്യം കൃത്യമായിട്ട് അറിയത്തില്ല. മാങ്കയുടെ അഡാപ്റ്റേഷൻ ഇപ്പൊ ആനിം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് 1 കൂടി ഈ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇമോഷണൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറിന്റെ ജീവിതം അത് എങ്ങനെയായിരിക്കും ഈ ഒരു ഇമോഷനിലൂടെ നമ്മുടെ മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഇതൊക്കെ ജീവിച്ചു പോകുന്ന എന്ന രീതിയിലാണ് ഈ ഒരു സാധനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ടക്കോപ്പി എന്ന് പറയുന്ന ഈ ഒരു ജീവി ഹാപ്പി പ്ലാനറ്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു കഥാപാത്രത്തെ ഹാപ്പി ആക്കാൻ വേണ്ടി വരികയും നമ്മുടെ ഈ ഒരു കഥാപാത്രത്തെ പല തവണ പല രീതിയിൽ ഹാപ്പി ആക്കാൻ നോക്കിയിട്ട് ഹാപ്പി ആവാതെ അങ്ങനെ കഥ ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ എപ്പിസോഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു എപ്പിസോഡും ലാഗോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കാര്യങ്ങളോ നമുക്ക് തോന്നിയിട്ടില്ല. അതായത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഈ ഒരു സാധനം ഇമോഷനിലേക്ക് നമുക്ക് അങ്ങനെ അടിച്ചു കയറാം. ഫസ്റ്റ് എപ്പിസോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ 30 മിനിറ്റ്സ് എങ്ങാണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ്സ് ഉള്ളത്. അതിലൊരു 15 മിനിറ്റ് ആകുമ്പോൾ ഈ സാധനം ഇങ്ങനെ ഒരു ലെവലിലോട്ട് കയറാണ്. അതായത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലേക്ക് ഈ ഒരു ആനിയും വേറെ രീതി കയറാണ്. ആനിം കണ്ടങ്ങനെ കരഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇമോഷണൽ ആയിട്ടുള്ള ആനിം കാണുന്നത് കുറവാണ്. അതിന് മുന്നേ കണ്ടത് ഗെയിം ഓഫ് ദ ഫയർഫ്ലൈസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗെയിം ഓഫ് ദ ഫയർഫ്ലൈസിന്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ വെക്കാൻ ഇമോഷണൽ ആയിട്ട് നമുക്ക് അറ്റാച്ച്മെന്റ് കിട്ടുന്ന ഒരു ആനിം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സാധനം തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു കാരണവശാൽ നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്ന വിചാരിക്കുമ്പോൾ ഒരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വില്ലത്തി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ക്യാരക്ടറിനെ എപ്പോഴും സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്യാരക്ടറിനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വില്ലത്തി ക്യാരക്ടർ ഉണ്ട്. ഈ വില്ലത്തി ക്യാരക്ടറിനൊക്കെ ഇവർ ചെയ്ത് വെച്ചേക്കുന്ന രീതിയും ആ ഒരു സംഭവം എന്നൊക്കെ പറയാണ്ടല്ലോ, നമുക്ക് തന്നെ ആ ഫോണിന്റെ ഉള്ളിൽ കയറിയിട്ട് അവർക്കൊന്ന് പൊട്ടിച്ചാകുന്ന രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. കാരണം ആ രീതിക്കാണ് ഇവർ ഈ സാധനം ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ. കാരണം അത്രയും നല്ല രീതിയിൽ ഒരു മാങ്ക അഡാപ്റ്റേഷൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇമോഷണൽ സാധനം അവർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത്, ഒരു കാരണവശാലും ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാൾ ഈ ഒരു ആനിം കാണാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇമോഷൻ എന്ന് പറയുന്നതിനപ്പുറം നമുക്കൊരു അറ്റാച്ച്മെന്റ് ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ടക്കോപ്പി എന്ന് പറയുന്ന ഈ ഒരു സാധനം തന്നെ ഇത് പല തവണയാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ക്യാരക്ടറിനെ ഹാപ്പി ആക്കാൻ നോക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ അതിന് വഴങ്ങുന്നില്ല. കാരണം ക്യാരക്ടർ ഹാപ്പി ആവാൻ നോക്കുമ്പോൾ പിന്നെയും തന്റെ ലൈഫിലോട്ട് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിക്കാണ് ഈ ഒരു ആനിം മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ടോട്ടലി 6 എപ്പിസോഡാണ് ഈ ഒരു ആനിമിന് ഉള്ളത്. അപ്പോൾ ഈ 6 എപ്പിസോഡ് കണ്ട് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾ മെന്റലി മാത്രമല്ല ഇമോഷണലി നിങ്ങളൊരു സ്ട്രെസ് എന്നുള്ള രീതിയിലേക്ക് എത്തും. കാരണം ആ ഒരു രീതിക്കാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് ആയിട്ട് പോകേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ്
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒരു കാരണവശാലല്ല. നിങ്ങൾ മസ്റ്റ്ലി 6 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഓരോ എപ്പിസോഡും 30 മിനിറ്റ്സ് ആണ് വരുന്നത്. എങ്ങനെ പോയാലും ഒരു 4 അല്ലെങ്കിൽ 5 hours കൊണ്ട് ഞാൻ കണ്ടു തീർക്കുക, അല്ലെങ്കിൽ 2-3 days കൊണ്ട് ഞാൻ കണ്ടു തീർക്കേണ്ട പറ്റുന്നൊരു സാധനമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതായത് ഞാൻ പറയാണ്, നിങ്ങളൊരു എന്താ പറയുക, ഒരു ഇമോഷൻ സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ടൊരു ഇങ്ങനെ കാണാമെന്ന് വെച്ചിട്ട് ഒരു കാരണവശാലും ഞാൻ ആരെയും കാണരുത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ചില്ലടിച്ച് കാണാൻ പറ്റിയൊരു സാധനമല്ലേ ഇത്. നിങ്ങൾ ഒരു ഇതിൽ കാണുക എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണാൻ പറ്റിയൊരു സാധനമാണ്. അപ്പം ഞാൻ ഇതിനെ പറ്റി അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആനിം ഗ്രൂപ്പ് ഉണ്ട്, ആനിം വേൾഡ് എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒരു ബ്രോ സജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കയറി കാണുന്നതാണ് ഞാൻ അയച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെടാൻ മാത്രമല്ല, ഞാൻ ഇതിലേക്ക് ഇറങ്ങിപ്പോയി. അതായത് ആ ഒരു ഫസ്റ്റ് എപ്പിസോഡിൽ നിന്ന്, ഞാൻ ഇപ്പോഴും പറഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിനകത്തൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടൊരു സീന് വരെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ഇമോഷണലി നമ്മളെ തകർക്കുന്ന ഒരു സാധനമാണ് അതിനകത്ത് അവർ ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ മസ്റ്റ്ലി നിങ്ങളെല്ലാവരും ഇവർ ആനിയും കാണുക. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ അധികം പറഞ്ഞ് സ്പോയിലേഴ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല. അതായത് ഈ ടക്കോപ്പി എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന്റെ കയ്യിൽ ഒരുപാട് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ മനുഷ്യന്മാരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് പല സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടർ ഹാപ്പി ആവുന്നില്ല. ഞാൻ അവസാനം ഹാപ്പി ആവുകയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിന്റെ എന്താ പറയാ, ഒരു വേറെ രീതിയിലാണ് ഇവർ ഈ ഒരു സാധനം ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ ആനിമേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, എല്ലാം നമ്മൾ ഇതുവരെ കണ്ട രീതിയിൽ നിന്ന് വേറൊരു രീതിക്കാണ് ഇവർ ചെയ്ത് വെച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മസ്റ്റ്ലി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ ഇതിനകത്ത് വന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യണത്. അപ്പം എന്തൊക്കെ അബദ്ധം ഉണ്ട് എന്നുള്ളത് കാര്യം നിങ്ങൾ കമന്റ് ബോക്സ് ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഇതുപോലെ ഇനിയും ആനിമൽ റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്താവുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയാം. സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആനിമിൻ്റെ വീഡിയോസ് ഇടും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, S24 ആനിം എന്നാണ് ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഒരുപാട് മലയാളീസ് അതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 130-150 എങ്ങാണ്ട് മെമ്പേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആനിം സജഷനും അല്ലെങ്കിൽ ആനിമിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളൊരു സ്റ്റോർ കൂടി തുടങ്ങിയിട്ടുണ്ട്. കെസ്ലിയോ സൈനോ എന്നാണ് ആ ഒരു സ്റ്റോറിൻ്റെ പേര്. ഇത് ആനിം റിലേറ്റഡ് സാധനങ്ങൾ എനിക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സാധനം കാണുക. നിങ്ങൾ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇപ്പോഴും പറയാണ്, നോട്ട് റെക്കമെൻഡഡ് ഫോർ ഡിപ്രസ്ഡ് പീപ്പിൾസ്. കാരണം നിങ്ങൾ ഡിപ്രഷനിൽ നിന്നും ഡിപ്രഷനിലേക്ക് പോവുകയുള്ളൂ ഈ ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വരെ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയുക. കാരണം എന്തായാലും നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുക, വേറെ വഴിയില്ല. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ ഗൈസ്. എല്ലാവർക്കും